if they handle the first leg, അതായത് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് leg, if Arsenal handle it very well, if they can, I don't know, muster out a 1-0 or 2-0, then Arsenal have a chance. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെയാണ് ഈ ഗെയിം കാണാൻ പോകുന്നത്. ഇഫ് സംതിങ് ഹാപ്പൻസ് ഗുഡ്, അതൊരു ബോണസ് ആയിട്ട് ഞാൻ എടുക്കും. ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ്, ഐ എം നോട്ട് ഗോയിങ് ടു ലെറ്റ് ഇറ്റ് റൂയിൻ മൈ മെന്റൽ സ്റ്റേറ്റ്. അത് ഞാൻ തീരുമാനിച്ചാ. ഇത് സ്കോർ ചെയ്യത്തൊന്നുമില്ല. എന്തുവാണ് സംഭവിക്കുന്നത്? ഡെക്ലാൻ റൈസ് വല്ല ഡേവിഡ് ബെക്കാം ആയോ? ആർസണൽ ഡിസേർവ് ദ സെക്കൻഡ് ഗോൾ. ടോപ്പ് ബിൻ രണ്ട് ഗോളും കോർട്ടുമായി ജന്മന്റെ കാലത്ത് സേവ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലത്തെ ഗോൾ. ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് അതോ ജസ്റ്റ് ഇൻസൈഡ് ആണോ? ഐ ഡോണ്ട് നോ. ഹു കെയർസ്? തേർഡ് ഗോൾ. ഈ ഇൻട്രോ സെക്ഷൻ ഇയർഫോൺ വെച്ച് കേട്ടവർക്ക് എൻ്റെ സോറി. ക്വാർട്ടർ ഫൈനലിലെ ഷോക്ക് റിസൾട്ട്: ആർസണൽ 3, റിയൽ മാഡ്രിഡ് 0. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയുന്നില്ല. ആ ഫ്രീ കിക്ക് ഗോളിനെ പറ്റി സംസാരിക്കണോ, അതോ വൈ റിയൽ മാഡ്രിഡ് വോർ സോ പുവർ? എനിക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ ഫസ്റ്റ് 10 minutes കാണാൻ പറ്റില്ല. എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വന്നു. ബേസിക്കലി ഞാൻ വേറൊരു സർവീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഈ മാച്ച് കാണുന്നത്. ഇറ്റ് വാസ് വർത്ത് എവ്രി പെനി. ഞാൻ ആ മാച്ച് മിസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ. ഫർഗെറ്റ് അബൌട്ട് നിങ്ങൾ ഏത് ഫാനാണെന്നങ്ങ്, നിങ്ങൾ ഏത് ഫുട്ബോൾ ക്ലബിൻ്റെ ഫാൻ ആയിക്കോട്ടെ, നിങ്ങൾ ചെൽസി ആവാം, റിയൽ മാഡ്രിഡ് ആവാം, ആരും ആയിക്കോട്ടെ, was that not an entertaining game? Are you not entertained? Seriously? Okay, there is second leg, അതൊക്കെ ഉണ്ട്, ശരി, സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മുമ്പിലത്തിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ആർസണലിന് ചാൻസ് വേണമെങ്കിൽ അവർ ഒന്നിൽ 1-0 or 2-0 എന്നുള്ളൊരു പൊസിഷനിൽ സെക്കൻഡ് ലെഗിലേക്ക് വേണം പോകാനെന്ന്. നൗ ഇറ്റ് ഈസ് 3-0. ആർസണലിന് ഞാൻ മുമ്പ് കൊടുത്തിരുന്ന ചാൻസ് 0 ആയിരുന്നു, 0. ഇപ്പം ഞാൻ അവർക്ക് 50% കൊടുക്കുന്നു. ഇപ്പം അത് 50-50 ആണ്. കാരണം പോവേണ്ടത് ബെർണബോവിലേക്കാണ്, സാന്റിയാഗോ ബെർണബോവിലേക്ക്. നമുക്കൊരിക്കലും 80%ഓ 90%ഓ കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് വേണേൽ സംഭവിക്കാം. ഇമാജിൻ ഫസ്റ്റ് 10 minutes 2 ഗോൾ എംബാപ്പെ അടിക്കുന്നു എന്ന്. കഴിഞ്ഞില്ലേ? ഐ നോ അവർ ഡിഫൻസ് ഈസ് ഗുഡ്, എല്ലാം ശരിയാണ്. ഇനി അടുത്ത ഗെയിം ആർസണലിൻ്റെ ബ്രെൻഫോർഡുമായിട്ടുള്ള, അതിൽ സലീബ ഇഞ്ചോർഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫൻഡർ ഇഞ്ചോർഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ചാൻസ് താഴ്ത്തു വന്നില്ലേ? സോ ഞാൻ ഒരിക്കലും ഡിലൂഷണൽ അല്ല തിങ്കിങ് ദാറ്റ് നമ്മൾ ജയിച്ചു എന്ന്. ബട്ട് വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഐ എം എൻജോയിങ് ദ മൊമെൻറ്റ്. ഐ എം എൻജോയിങ് ദ ഫുട്ബോൾ. ഈ നടന്നത് ഒരു ഹിസ്റ്റോറിക് വിന്നാണ്. ദിസ് ഇസ് ദ ബെസ്റ്റ് മൊമെൻറ്റ് എവർ ഇൻ എമിറേറ്റ് സ്റ്റേഡിയം. ബാർസലോണയെ നമ്മൾ ഒരു പ്രാവശ്യം തോപ്പിച്ചിട്ടുണ്ട് എമിറേറ്റ്സിൽ വെച്ചിട്ട്. ജാക്ക് വിൽഷറിൻ്റെ ഗോളും അർഷാവിൻ്റെ ഗോളും 2-1 ആ റിസൾട്ട്. അത് കഴിഞ്ഞ് ക്യാമ്പ് നൗവിൽ പോയപ്പം വാൻ പേഴ്സിക്ക് ഒരു റെഡ് കാർഡ് കൊടുക്കുന്ന ഓർമ്മയില്ലേ? അപ്പം അതുപോലത്തെ ഡ്രാമകൾ ഇവിടെയും പ്രതീക്ഷിക്കാം. ഐ എം റിയലിസ്റ്റ്. ആ സെക്കൻഡ് ലെഗ് വി നീഡ് ടു സീ ഇറ്റ് ത്രൂ. ദ ജോബ് ഈസ് നോട്ട് ഡൺ. 3 ഗോളെന്ന് പറയുന്ന അത്ര വലിയ മാരക ലീഡൊന്നുമല്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആ കളി വെറും 3 ഗോളല്ലായിരുന്നു അടിക്കേണ്ടത്, 5 or 6 അടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. കോർട്ടുവ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മല പോലെ നിൽക്കുകയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഷുവറായിട്ട് ആർസണൽ 4, 5, 6 ഗോൾ അടിച്ചു തരാം. ആർസണൽ വെർ ടോട്ടൽ ഇൻ കൺട്രോൾ. ഫസ്റ്റ് ഹാഫിൽ എംബാപ്പയ്ക്ക് 2 ചാൻസ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ പറയുന്ന വിനി ആയാലും റോഡ്രി ആയാലും ഇവർക്ക് ആർക്കും ഒരു ഇമ്പാക്റ്റ് ഈ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല.
That's the fact. That's the fact. Miles Lewis Kelly. What a game. What a game he had. കാരണം നമ്മളെല്ലാവരും ഡെക്ലൻ റൈസിൻ്റെ ആ വണ്ടർ ഗോളിനകത്ത് ഇങ്ങനെ മുഴുകിയിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് നമ്മൾ മറന്നു പോവാണ്. കിവിയോർ ആ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കിവിയോർ ഇച്ചിരി ഒന്ന് അൺസ്റ്റേബിൾ ആയിരുന്നെങ്കിലും ഹി ഗ്രൂ ഇൻ ടു ദ ഗെയിം. സലീബ, ടിംബർ, എന്ത് മനോഹരമായിട്ടാണ് കളിച്ചത് ടിംബർ. സാക്ക 100% ഫിറ്റ് അല്ല, എന്നിട്ട് ആ 70% ഫിറ്റ് സാക്ക കാണിക്കുന്ന കളി കണ്ടില്ലേ? ആ 2 ഫ്രീ കിക്കും വന്നത് എവിടുന്ന്? സാക്കയെ ഫൗൾ ചെയ്തിട്ടാ. സോ there is so much to unpack ഈ ഗെയിമിൽ സംസാരിക്കുകയാണെങ്കിൽ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗെയിം ഓഫ് ഫുട്ബോൾ. ഐ thoroughly enjoyed. ഒരുപാട് എൻജോയ് ചെയ്ത് ഞാൻ ഈ ഗെയിം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ വാസ് ഏബിൾ ടു വാച്ച് ഇറ്റ് ലൈവ്. ഇത് ഞാൻ ലൈവ് കണ്ടിട്ടില്ലായിരുന്നു, വല്ലാത്തൊരു മിസ്സായി പോയേനെ. അത്രയ്ക്ക് ദിസ് ഇസ് റൈറ്റ് ദെയർ. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പോലത്തെ ഒരു ത്രില്ലിങ് ഗെയിമായിരുന്നു ഇത്. സീരിയസ്ലി ഒരു ത്രില്ലിങ് ഗെയിം. കാരണം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആർസനൽ അണ്ടർ ഡോഗ്സ്, ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല 3 ഗോള്. ആരും ഒരു വിൻ പോലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇഞ്ചുറി, ഗാബ്രിയൽ ഇഞ്ചോർഡ് ആയതോടെ എൻ്റെ പ്രതീക്ഷ ആകെ നശിച്ചതായിരുന്നു. കിവിയോർ, ഐ ഡിഡ്ന്റ് നോ കിവിയോർ ആൻഡ് സലീബ, ടിംബർ, മൈൽസ് ലൂയിസ് സ്കെല്ലി വുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ ദീസ് പീപ്പിൾ. പക്ഷേ ദേ എക്സിക്യൂട്ടഡ് പെർഫെക്റ്റ്ലി. ഒന്നും പറയല്ല. ഐ മീൻ, ഇതിനകത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെക്ലൻ റൈസിൻ്റെ ആദ്യത്തെ ഫ്രീ കിക്ക് ഗോളാണിത്. ഈ മനുഷ്യൻ ഇത്രയും കാലം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു താക്കോൽ എവിടെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഫ്രീ കിക്ക് താക്കോൽ. എന്നിട്ട് വാട്ട് എ ഡേ ടു സ്കോർ അല്ലേ? വാട്ട് എ ടൈം ടു സ്കോർ. ഒരു ഗോൾ പോരെ, എന്നാൽ 2.5 കൂടെ ആയിക്കോട്ടെ കയറി അടി. ഗൈസ്, നിങ്ങൾ ഈ ഫ്രീ കിക്ക് കണ്ടില്ലെങ്കിൽ നിങ്ങളത് കാണണം. ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ദ ഫ്രീ കിക്ക്, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് നിങ്ങൾ പോയിട്ട് ആ 2 ഫ്രീ കിക്ക് കാണണം. വേൾഡ് ക്ലാസ് ഫ്രീ കിക്ക്. റോബർട്ടോ കാർലോസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. റോബർട്ടോ കാർലോസിനെ സാക്ഷി നിർത്തിയാണ് ആ ഫസ്റ്റ് ഗോള് അടിക്കുന്നത്. ആ പെഡിഗ്രിയിൽ തന്നെ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു ഗോള്. ആ വാളിൽ നിർത്തേണ്ട റിയൽ മാഡ്രിഡ് നമ്പർ ഓഫ് പ്ലെയേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും, അത് ഇറ്റ്സ് ദെയർ ചോയ്സ്. നമ്മളല്ലല്ലോ പറഞ്ഞ 2 പേരെ നിർത്തിയാൽ മതി, 3 പേരെ, റൈറ്റ്? സോ ഇറ്റ്സ് ദെയർ ചോയ്സ്. എന്നാൽ പോലും ദ ടെക്നിക്, ദ പേസ്, ദ കേൾ, ദ വിപ്പ് that he has on that ball, unbelievable. What a night of football. Forget I am Arsenal fan. ഞാൻ ആർസണൽ ഫാനായിട്ടേ അല്ല സംസാരിക്കുന്നത്, ഞാൻ ഒരു ഫുട്ബോൾ ഫാനായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ ആസ്റ്റൺ വില്ലയാണ് PSG-ക്കെതിരെ ചെയ്യുന്നതെന്ന് വെച്ചോ, ഐ വിൽ ബി ഈക്വലി ഹാപ്പി. ഞാൻ അത്രയ്ക്കും കാരണം ഫുട്ബോൾ ഈസ് ഓൾ അബൌട്ട് ദിസ് അൺപ്രഡിക്റ്റബിലിറ്റി, ദിസ് അൺസർട്ടനിറ്റി. ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ഐ മീൻ, ഞാൻ ഭാഗ്യവാനായിരുന്നു. ഞാൻ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഐ വാസ് ഏബിൾ ടു സീ ബെക്കൻ സ്കോർ ചെയ്യുന്നത്, സിദാൻ ഫ്രീ കിക്ക് സ്കോർ ചെയ്യുന്നത്, ദ റിയൽ R9 റൊണാൾഡോ സ്കോർ ചെയ്യുന്നത്, റോബർട്ടോ കാർലോസ് ഫ്രീ കിക്ക് എടുക്കുന്നത് ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. ജുനീനിയോ PSG-ക്ക് വേണ്ടി ലയോണിന് വേണ്ടി പണ്ട് കളിച്ച ഒരു പുള്ളി ജുനീനിയോ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്ക്, യൂട്യൂബിൽ പോയി ജുനീനിയോ ഗോൾ അടിച്ച് നോക്ക്. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കൺവേർഷൻ റേറ്റ് 50 എങ്ങാണ്ടാന്ന് തോന്നുന്നു, 50% പുള്ളി എടുക്കുന്ന മിക്ക ഫ്രീ കിക്സും ഗോളായിരുന്നു. ലയോൺ പ്ലെയറാണ് ജുനീനിയോ. യൂട്യൂബിൽ പോയി കാണേണ്ടതാണ്. ഇവരുടെയൊക്കെ കണ്ട് ഈ കഴിഞ്ഞ ഒരു 5-6 വർഷ കാലഘട്ടം ഈ ഫ്രീ കിക്ക് ഗോളാണ് റൊണാൾഡീനിയോ. ഈ ഫ്രീ കിക്കിൻ്റെ ഗോളിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു. ഇറ്റ് വാസ് ബിക്കമിങ് എ ലോസ്റ്റ് ആർട്ട്. ആ ആർട്ടിനൊരു
ഇങ്ങനെ തണുത്ത് കിടന്ന ആ ഒരു സാധനത്തിന് വീണ്ടും ഫയർ കൊടുത്തതുപോലെ ഒരു ഫീൽ എനിക്ക് കിട്ടി ആ 2 ഗോള് കണ്ടപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഫൊർഗെറ്റ് ഐ ആം ആൻ ആർസണൽ ഫാൻ. ഞാൻ ഈ വക മൂമെൻറ്റ്സ് ആണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഐ എം റിയലി എൻജോയിങ് ദീസ് മൂമെൻറ്റ്സ്. സോ അഗെയിൻ കമ്മിങ് ബാക്ക് ടു റിയാലിറ്റി, എനിക്കറിയാം ദ ടൈ ഈസ് നോട്ട് ഓവർ. ബെർണബോയിൽ പോകുന്നു. ബെർണബോയിൽ പോയിട്ട് ഐ ആം ഷുവർ എന്താണ് അർട്ടേറ്റ ചെയ്യാൻ പോകുന്നതെന്ന്. ഇറ്റ് വിൽ ബി എ വെരി ബോറിങ് ഗെയിം. ഓക്കെ, 5 ഫുൾ ബാക്ക്, 4 ഡിഫെൻസീവ് പ്ലെയേഴ്സിനെ ഫ്രണ്ടിലിടും. ഓക്കെ, പിന്നെ മെറീനോനെ ഒറ്റ ഒരാളായിട്ട് ഫ്രണ്ടിലിടും. ഓക്കെ, എന്നിട്ട് സ്റ്റോക്ക് സിറ്റി ഡിഫെൻസ് ഇതാണ് ചെയ്യാൻ പോകുന്നത്. പാർക്കിംഗ് ദ ബസ് ഇതാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അവർക്കാണല്ലോ ഗോൾ വേണ്ടത്. അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ കൗണ്ടർ ചെയ്യും, നമ്മൾ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കും. ഇതാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ. ഇറ്റ് വിൽ ബി എ വെരി ബോറിങ് മാച്ച്, ട്രസ്റ്റ് മീ. ആ ഗെയിമിൽ ഞാൻ ഒരു പെനാൽറ്റി വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ഡിഫെൻഡ് ചെയ്തിരിക്കുമ്പോൾ they will create more chance to get into the penalty box. സോ ആ ഗെയിമിൽ ഞാൻ റിയൽ മാഡ്രിഡിന് ഒരു പെനാൽറ്റി കിട്ടുന്നതായിട്ട് ഞാൻ ഇപ്പോഴേ ഞാൻ കാണുന്നുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ടൈ ഈസ് നോട്ട് ഓവർ. ഇമാജിൻ ഫസ്റ്റ് 5-10 മിനിറ്റ്സിനുള്ളിൽ അവർക്ക് ഒരു പെനാൽറ്റി കിട്ടുന്നു, ഒരു ഗോൾ കയറുന്നു. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് തന്നെ വേറൊരു ഗോൾ കയറുന്നു. ദ ടൈ ഈസ് ബാക്ക് ഓൺ. ദ ടൈ ഈസ് ഓൺ. പിന്നെ ഒരു 2 ഗോള്, പിന്നെ ഒരു ഗോൾ കൂടെ മതി. ദ ടൈ ഈസ് ബാക്ക് ഓൺ. ഇറ്റ്സ് നോട്ട് ഓവർ. സോ അത് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ദിസ് മൊമെൻറ്റ് ഐ എം ഗോയിങ് ടു എൻജോയ്. ഐ വിൽ എൻജോയ് ഇറ്റ്. ദിസ് മൊമെൻറ്റ് ആസ് എ ഫുട്ബോൾ ഫാൻ ഐ ആം ഗോയിങ് ടു എൻജോയ് ഇറ്റ്. ആർസണൽ സെക്കൻഡ് ലെഗും ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അവർ അവിടെ കൊണ്ട് നിർത്തരുത്. അവർ ചാമ്പ്യൻസ് ലീഗ് എടുക്കണം. അവിടെ വരെയും പോകണം. അല്ലാതെ ചുമ്മാ റിയൽ മാഡ്രിഡിനെയും പൊട്ടിച്ചിട്ട് നേരെ PSG-യുടെ അടുക്ക ചെന്നിട്ടോ അല്ലെങ്കിൽ ആസ്റ്റൺ വില്ലയുടെ അടുക്ക ചെന്നിട്ടോ ഔട്ട് ആവാനായിട്ടാണ് റിയൽ മാഡ്രിഡിനെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. പ്രീമിയർ ലീഗ് എന്തായാലും കയ്യിൽ നിന്ന് പോയി. സോ ആർസണൽ ഇഫ് ദേ ആർ ക്വാളിഫൈങ് then they need to win this competition for every Arsenal fan. മടുത്ത് ഈ പാട്ടൊക്കെ കേട്ട് സത്യം പറയാല്ല. യു വിൽ നെവർ സിംഗ് ദാറ്റ് ചാമ്പ്യൻസ് ഓഫ് യൂറോപ്പ്, യു വിൽ നെവർ സിംഗ് ദാറ്റ്. ഇത് കിട്ടിയിട്ട് വേണം നമുക്ക് വേറെ രീതി പാട്ടിറക്കാൻ. മനസ്സിലായോ? മടുത്ത് പാട്ട് കേട്ട് മടുത്ത് ഈ റൈവൽ ഫാൻസ് നമ്മൾക്കെതിരെ ഇങ്ങനെ പാട്ട് പാടി കേട്ട്. നമുക്ക് ഉത്തരവില്ലല്ലോ, ശരിയല്ലേ? നമ്മുടെ ഈ കപ്പില്ലല്ലോ, ചാമ്പ്യൻസ് ലീഗില്ലല്ലോ. അപ്പോൾ നമുക്കത് പാടാൻ പറ്റത്തില്ലല്ലോ. സോ ആ പാട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. റിയൽ മാഡ്രിഡിനെ തോപ്പിച്ചിട്ട് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു വിൻ ദിസ് കോമ്പറ്റീഷൻ. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ബയേൺ മ്യൂണിക് വേഴ്സസ് ഇന്റർ മിലാൻ. ബയേണിൻ്റെ തട്ടകത്തിൽ വെച്ചിട്ട് ഇന്റർ മിലാൻ ബയേണിനെ തോപ്പിക്കുന്നു. ഇൻസാഗിയുടെ സെറ്റപ്പ് അറിയാലോ, സ്ട്രോങ് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഡിഫെൻസീവ്ലി വളരെ സ്ട്രോങ് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അവർ അന്ന് കളിച്ചത്. മാർട്ടിനേസിൻ്റെ ഈ ഡെക്ലൻ റൈസിൻ്റെയും മെറീനോയുടെയും ഗോളിനകത്ത് മാർട്ടിനേസിൻ്റെ ഗോള് മുങ്ങിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാർട്ടിനേസിൻ്റെയും അതിമനോഹരമായ ഒരു ഗോളായിരുന്നു. അതും നിങ്ങൾ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ പോയി കാണണം. അതിമനോഹരമായ ഗോളായിരുന്നു അത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇന്റർ മിലാൻ ഗോൾ അടിക്കുന്നു. ഗെയിമിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ബയർ മ്യൂണിക് ആയിരുന്നു മോസ്റ്റ്ലി കൺട്രോൾ ചെയ്തത് ഗെയിം. പക്ഷേ എന്നാലും ആ ഒരു എൻ പ്രോഡക്റ്റ് വാസ് മിസ്സിങ്. ഹാരി കെയ്നെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പോലും, തോമസ് മുള്ളറിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പോലും ദാറ്റ് എൻ പ്രോഡക്റ്റ് വാസ് മിസ്സിങ് ഫ്രം ദാറ്റ് ഗെയിം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 85th മിനിറ്റിൽ തോമസ് മുള്ളർ സ്കോർ ചെയ്യുന്നത്. അവിടെ കൊണ്ടും ഡ്രാമ അവസാനിക്കുന്നില്ല. ഇന്റർ മിലാൻ ദേ കം ബാക്ക് വിത്തിൻ അത് ആ ഗോൾ അടിച്ചതിൻ്റെ സെലിബ്രേഷൻ ഒന്ന് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്റർ മിലാൻ ദേ കം ബാക്ക്, ദേ സ്കോർ എ ഗോൾ. അങ്ങനെ ഈ ഒരു അഡ്വാൻറ്റേജോടെ ഇന്റർ മിലാൻ നേരെ സാൻ സിയറോയിലേക്ക് പോകുന്നു. ഈ ഡിസഡ്വാൻറ്റേജോടെ വേണം ഇനി ബയർ മ്യൂണിക് സാൻ സിയറോയിലേക്ക് പോകാൻ. ഇങ്ങനെയാണ് ഫസ്റ്റ് ലെഗ് ഓഫ് ക്വാർട്ടർ ഫൈനൽ ബിറ്റ്വീൻ ആർസണൽ വേഴ്സസ് റിയൽ മാഡ്രിഡ്
ബയർ മ്യൂണിക് വേഴ്സസ് ഇന്റർ മിലാൻ കഴിഞ്ഞത്. ഇനി നടക്കാൻ പോകുന്ന ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നടക്കുന്ന ഗെയിമാണ് ബാർസലോണ വേഴ്സസ് ഡോട്ട്മൻ, PSG വേഴ്സസ് ആസ്റ്റൺ വില്ല. ഇവിടെയും അട്ടിമറികൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് സീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ കൂടുതൽ കോണ്ടന്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.